വ്യത്യസ്തമായ മത്സരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു കോട്ടയം തെള്ളക്കത്ത് നടന്ന ചൈതന്യ കാർഷിക മേള. പഴമയുടെ ഓർമ്മകളുമായി നടന്ന തേങ്ങ പൊതിക്കൽ മത്സരത്തിനും തെങ്ങ് കയറ്റ മത്സരത്തിനും ആവേശം അല്പം കൂടുതലായിരുന്നു. കണ്ടുവരാം. 25ാമത് ചൈതന്യ കാർഷിക മേളയും സ്വാശ്രയ സംഘ മഹോത്സവത്തിന്റെയും ഭാഗമായുള്ള കാർഷിക മത്സരം ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. മത്സരം കോക്കനട്ട് ഒളിമ്പിക്സ് മത്സരമാണ് നടക്കുക. എല്ലാവരും സ്നേഹപൂർവ്വം ഈ മത്സരം സ്വാഗതം ചെയ്യുന്നു. കോക്കനട്ട് ഒളിമ്പിക്സ് എന്നാണ് പേര്. സംഗതി സിമ്പിളാണ്. ഏറ്റവും വേഗത്തിൽ തെങ്ങിൽ കയറി റിബണിൽ തൊട്ട് തിരിച്ചിറങ്ങണം. വളരെ നല്ല മത്സരമാണ്. ഞാൻ തുടർച്ചയായിട്ട് ഇത് 4ാം വർഷമാണ്. ഓരോ വർഷം തോറും എൻ്റെ സമയം മെച്ചപ്പെടുത്താൻ എനിക്ക് പറ്റി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അച്ചായന്മാർ ഉഷാറോടെ തെങ്ങിൽ കയറിയപ്പോൾ തേങ്ങ പൊതിക്കൽ മത്സരം അമ്മമാർ കൊണ്ടുപോയി. അഞ്ച് മിനിറ്റിനുള്ളിൽ 5 തേങ്ങ മനോഹരമായി പൊതിക്കുന്നവർക്കായിരുന്നു സമ്മാനം. മത്സരത്തിന്റെ ആവേശം കൂടിയപ്പോൾ അനൗൺസ്മെന്റിനും ആവേശം കൂടി. പൊതിക്കുന്നതിനായി ഈ ആളെ പഠിപ്പിക്കുകയും ചെയ്തു. ആ ഒരു പഴയ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ തേങ്ങ പൊതിക്കുന്ന ആ മത്സരത്തിലേക്ക്, വാശിയേറിയ മത്സരത്തിലേക്ക് മുന്നേറുകയാണ്. ഒരു വ്യത്യസ്തമായ മത്സരമായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു മത്സരത്തിന് പോയിട്ടില്ല. ബാക്കി അത്യാവശ്യം എല്ലാ ചൈതന്യയിലെ എല്ലാ മത്സരങ്ങൾക്കും തന്നെ എനിക്ക് പറ്റുന്നതെല്ലാം കൂടാറുള്ളതാണ്, സമ്മാനം കിട്ടാറുള്ളതാണ്. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചൈതന്യ കാർഷിക മേളയിലായിരുന്നു ഈ വ്യത്യസ്ത മത്സരങ്ങൾ. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് എസ് ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, അടിപൊളി വെറൈറ്റി മത്സരം നമ്മുടെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. തേങ്ങ പൊതിക്കാനും തെങ്ങിൽ കയറാനും ഒക്കെ എല്ലാവർക്കും അറിയണം എന്നില്ല. ഇത് 5 മിനിറ്റിൽ 5 തേങ്ങ അതിമനോഹരമായി പൊതിക്കണം എന്നൊക്കെയാണ് മത്സരം. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു അനുഭവം, ഈ മത്സരം കണ്ടപ്പോൾ ഉണ്ടായ അനുഭവം? ഇത്തരത്തിലുള്ള ഒരുപാട് കാർഷിക മേളകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ അവധിക്കാലത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാർഷിക മേളകളൊക്കെ തന്നെ സംഘടിപ്പിക്കാറുമുണ്ട്. പക്ഷേ അത്തരം കാർഷിക മേളകളിൽ നിന്ന് ഈ ചൈതന്യ കാർഷിക മേളയെ വ്യത്യസ്തമാക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പഴമയുടെ ഓർമ്മ നൽകുന്ന വലിയ രീതിയിൽ ശാരീരിക അധ്വാനം വേണ്ട മത്സരങ്ങളാണ് ഈ ചൈതന്യ കാർഷിക മേളയിൽ ഇപ്പോൾ ഈ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സ്റ്റോറിയിൽ കണ്ടതുപോലെ തന്നെ തെങ്ങ് കയറ്റ മത്സരമുണ്ട്, തേങ്ങ പൊതിക്കൽ മത്സരമുണ്ട്, അതുപോലെ തന്നെ ഓലമടയിൽ മത്സരം, അങ്ങനെ വലിയ രീതിയിൽ ശാരീരിക അധ്വാനം വേണ്ട ഒരുപാട് മത്സരങ്ങൾ ഈ മേളയുടെ ഭാഗമായി ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മത്സരിക്കാനെത്തുന്ന ആളുകളും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. കാരണം ഈ എത്തുന്ന ആളുകളിൽ പലരുടെയും ഒരു 40-50 വയസ്സിന് മേലെ പ്രായമുള്ള ആളുകളാണ് ഈ മത്സരിക്കാൻ വേണ്ടി എത്തുന്നത്. അവരെയൊക്കെ സംബന്ധിച്ച് അവരുടെയൊക്കെ കുട്ടിക്കാലത്തേക്കൊക്കെ തിരികെ പോയൊരു അനുഭവമാണ് അവരും പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇത്തരത്തിൽ ഓലമടയിൽ നിന്നും അതുപോലെ തന്നെ തേങ്ങ വാക്കത്തി ഉപയോഗിച്ച് പൊതിച്ചതുമൊക്കെ അവരും ഇത്തരത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മത്സരങ്ങളുമൊക്കെ തിരികെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. നമുക്ക് ഈ കാണുന്ന നമുക്കും അത്തരത്തിൽ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്തായാലും ആവേശകരമായ മത്സരം തന്നെയായിരുന്നു.